എവിടുന്നാ രണ്ടാളും കൂടെ വരുന്നേ? അതെടി എന്റെ ആങ്ങളുടെ കുട്ടീന്റെ മുട്ടായി കൊടുക്കല് കഴിഞ്ഞു, അത് കഴിഞ്ഞ് വരികയാണേ. എടിന്റെ പള്ളക്കൊരു സുഖമില്ല, ഒന്ന് ബാത്റൂമിൽ പോണം, ഞാൻ നടക്കാം. നിങ്ങൾ നാള് പറഞ്ഞിരുന്നല്ലേ, ഞാനത് മറന്നു. പരിപാടിയൊക്കെ എന്താ ഉഷാറായില്ലേ? ഞാൻ വിചാരിച്ച മാതിരിയൊന്നല്ല ബിന്ദു, പരിപാടിയൊക്കെ നല്ല ഉഷാറുണ്ടായിരുന്നു. എന്റെ ആങ്ങളെ നല്ലോണം തിന്നാണ്ടാക്കിന്നു. ഇത്ര വലിയ പരിപാടിയായിട്ട് എന്തേ നിങ്ങൾ നേരത്തെ പോന്നേ? ഇന്നൊരു സാറ് നിന്നിട്ടൊക്കെ പോന്നാ മതിയായിരുന്നില്ലേ? ഞാൻ നിക്കണം തന്നെ വിചാരിച്ചത് കഴിഞ്ഞു. അപ്പൊ ഈ വീരാങ്കാക്കാക്ക് അപ്പൊ തുടങ്ങിയേക്കണം ഇങ്ങോട്ട് പോരണം അങ്ങോട്ട് പോരാ, എനിക്ക് അവിടെ വേദന ഇവിടെ വേദന അറിഞ്ഞിക്കാണ്ട് ഞാൻ ഓരോട് പറഞ്ഞും ചെയ്തിന്ന് നിക്കാണേന്ന്. നിക്കാഹ് ഇന്ന് രാവിലെ കഴിഞ്ഞൂലേ? എന്നിട്ട് മഹറൊക്കെ എന്താ കെട്ടീനെ? മഹർ 7 പവന് ഓന് കൊടുന്നിക്കണു. പിന്നെ മുട്ടായി എടുക്കാൻ വന്നപ്പോ അമ്മായിമ്മ ഒരു കുടുക്കി കെട്ടി നാത്തൂന് ഒരു കഴിച്ചേനു. അല്ലാത്ത 7 പവൻ മഹറൊക്കെ കിട്ടിയിരുന്നെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കും വേണ്ടി വരൂലേ പെണ്ണിന്? ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലടി. പിന്നെ എന്റെ മാനേ 30 പവന് സ്വർണ്ണം ഉണ്ടാക്കി വെച്ചേക്കണു. പണ്ടങ്ങളൊക്കെ നല്ല രസമുണ്ട് കാണാന്. അല്ലാത്ത മുട്ടായി കൊടുക്കലിന് നല്ലോണം മുട്ടായി കൊടുക്കുന്നുണ്ടാവുമല്ലോ, നല്ല മുട്ടായി കൊടുക്കുന്നതൊക്കെ. മുട്ടായിന്റെ കാര്യം പറഞ്ഞ എന്റെ ബിന്ദു, ഒരു മലക്ക് മുട്ടായി ഉണ്ട്, എല്ലാരും കൂടി പിടിച്ചിക്കാണ്ട് അതേറ്റ് ഔത്തുക്ക് കയറി വന്നത്. എന്റെ മാനൂനെ മുട്ടായി പുറത്തുനിന്ന് വാങ്ങേണ്ടി വരൂല. അല്ലാത്ത എന്നിട്ട് നിങ്ങൾ മുട്ടായി ഒന്നും കൊടുന്നില്ല കുട്ടികൾക്ക്? നിങ്ങളെന്താ പാത്രത്തിൽ കൊടുന്നെ? മുട്ടായി ഒന്നും ഞാൻ കൊടുത്തിട്ടില്ലടി, അതേറ്റൊക്കെ ഓൻ വരേക്കാരോ, അവിടെ ഓരി വെച്ചിട്ടൊന്നുമില്ല. ഇത് കുറച്ച് ചോറാണ്. അതിന് ഇവിടുന്ന് എല്ലാരും പോയിട്ടില്ലേ? പിന്നെ എന്തിനപ്പൊ നിങ്ങൾ ചോറ് കയറ്റിയാണ്ട് പോന്നേ? ചോറ് കുറെ ബാക്കി ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് അനക്കും തരാച്ചിട്ടേ ഞാൻ കൊടുന്നതാണ്. ഞാൻ പാത്രത്തിൽ നിന്ന് ഒഴിച്ചിട്ട് എനിക്ക് കുറച്ച് കൊടുന്നു തരട്ടാ. ആയിക്കോട്ടെ, ഞാൻ പോയി 4